കൊച്ചിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. കൊച്ചി കളമശ്ശേരിയിൽ വാതക ടാങ്കർ ലോറി മറിഞ്ഞിരുന്നു. ഇരുമ്പനത്തു നിന്നും ഗുജറാത്തിലെ പ്രൊപ്പലൈൻ ഗ്യാസ് നിറച്ചുകൊണ്ടുപോകുകയായിരുന്ന ബുള്ളറ്റ് ടാങ്കറാണ് രാത്രി TVS കവലയിൽ മറിഞ്ഞത്. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തിയിട്ടുണ്ട്. ഗ്യാസ് ലീക്കായിട്ടില്ല എന്നാണ് നിഗമനം. രജിത് ചേരുകയാണ് വിവരങ്ങളുമായി. രജിത്, ഈ സൂചിപ്പിച്ചതുപോലെ ഒരു ആശങ്കയുടെ സാഹചര്യമൊന്നും ഇല്ല എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നേരത്തെ ചെറിയ തോതിലെങ്കിലും കാരണം ഈ ടാങ്കർ ലോറി മറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. ചെറിയ തോതെങ്കിലും ഒരു ലീക്കേജ് ഉണ്ടായിരിക്കുമോ എന്നൊരു സംശയം അധികൃതർ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ആശങ്കയ്ക്കൊന്നും സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? തീർച്ചയായും ആശങ്കകൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. BPCLന്റെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും പറയുന്നത് അത്തരത്തിൽ വാതക ചോർച്ച, ഇത് ഉയർത്തുന്ന സമയത്ത് നേരിയ തോതിലൊരു വാതക ചോർച്ച ഉണ്ടായിരുന്നു. എന്നാൽ അവ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി ഇവിടെ നിന്നും ഈ ടാങ്കർ ലോറിയിൽ നിന്നും വാതകം അങ്ങോട്ടേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇനി ഉണ്ടാകേണ്ടത്. ഇന്നലെ വൈകിട്ട് 11 മണിയോടെ, രാത്രി 11 മണിയോടെയാണ് ഇരുമ്പനം BPCL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോയ ടാങ്കർ ലോറി പ്രൊപ്പൈൻ ഗ്യാസുമായി പോയതാണ്. 18 ടണ്ണോളം പ്രൊപ്പൈൻ ഗ്യാസാണ് ഇതിനകത്ത് ഉള്ളത്. ഈ ലോറി 11 മണിയോടുകൂടി ഇവിടെ ഈ കളമശ്ശേരി TVS ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട് മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് 11:15 തന്നെ പോലീസും ഫയർഫോഴ്സും എത്തി. തുടർന്ന് പോലീസ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയായിരുന്നു. തുടർന്ന് 1 മണിയോടുകൂടിയാണ് BPCLന്റെ എമർജൻസി റെസ്പോൺസ് ടീം സ്ഥലത്തെത്തുകയും ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തുന്നതിനുള്ള നീക്കം ആരംഭിക്കുകയും ചെയ്തത്. 2:15 ക്രെയിൻ ഉപയോഗിച്ച് ടാങ്കർ ലോറി ഉയർത്താൻ സാധിച്ചു. ഉയർത്തിയെങ്കിലും ആ സമയത്താണ് ഇതിൻ്റെ നേരിയ തോതിലുള്ള ലീക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഈ ലീക്ക് നിയന്ത്രണ വിധേയമാക്കുകയും അത് അടയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവ പരിഹരിച്ചതിന് ശേഷമാണ് വാഹനം ഒരു സൈഡിലേക്ക് നീക്കി ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇനി BPCLന്റെ ഇരുമ്പനത്തു നിന്നുള്ള പുതിയ ടാങ്കർ ഇവിടേക്ക് എത്തിച്ച് ഈ ഗ്യാസ് പൂർണ്ണമായും അതിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികളാണ് തുടരേണ്ടത്. അതിനായുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ടാങ്കർ എത്തുന്നതോടുകൂടി ഈ വലിയൊരു അപകടം തന്നെയാണ് ഇത്തരത്തിൽ ഒഴിവായത്. ഈ മെട്രോയൊക്കെ കടന്നു പോകുന്ന വഴിയൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാൻ. കളമശ്ശേരിയിൽ വാതക ടാങ്കർ ലോറി മറിഞ്ഞു. ഇനി അതിലുള്ള ആ പ്രൊപ്പലൈൻ ഗ്യാസ് മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റിയതിന് ശേഷം ആയിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നാണ് രജിത് റിപ്പോർട്ട് ചെയ്യുന്നത്.